ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിവേഗം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കെയർ, ഫൈനാൻസ്, എഡ്യൂക്കേഷൻ, ഈവൻ ട്രാൻസ്പോർട്ടേഷൻ വരെ എല്ലാ മേഖലയും കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയേ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കടന്നുവരവ് ഡെഫിനറ്റ്ലി കോഡിംഗ് മേഖലയിലും വന്നിട്ടുണ്ട്. കോഡ് എഴുതാനും ഡീബഗ് ചെയ്യാനും കോഡിന്റെ ക്വാളിറ്റി വാല്യുവേറ്റ് ചെയ്യാനൊക്കെ ടൂൾസ് വന്നതോടുകൂടി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ പങ്ക് ഇക്കാര്യത്തിൽ വളരെ സംശയാതീതമായി നിൽക്കുകയാണ്. ഈ സെഷനിൽ കോഡിംഗ് ജോലികളിൽ ഭാവിയിൽ എഐയുടെ സ്വാധീനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എഐ ടൂൾസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരുന്നുണ്ട്, എന്തൊക്കെ സ്കിൽസ് ആയിരിക്കും വേണ്ടത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ആണ് ഫ്യൂച്ചറിൽ വരാൻ ചാൻസസ് ഉള്ളത്, ഡെവലപ്മെന്റ് ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഡെവലപ്പേഴ്സിനും അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിൽ. ഈ ചാനൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മേൺ സ്റ്റാക്ക്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ക്യാപിറ്റൽ IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിൽ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. നമുക്ക് ഭാവിയിൽ കോഡിങ്ങിന് എന്തൊക്കെ സ്വാധീനം ചെലുത്തുമെന്ന് മനസ്സിലാക്കുന്ന മുമ്പ് നമുക്ക് കറണ്ട് സിനാരിയോ അല്ലെങ്കിൽ നമുക്ക് കോഡിങ്ങിന്റെ എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നോർമൽ സിനാരിയോസിൽ ഡെവലപ്പേഴ്സ് ജാവയോ സിയോ പൈത്തണോ പോലുള്ള ഏതെങ്കിലും പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് അവർ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് ഡെവലപ്പ് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചേഴ്സ് ആണെങ്കിൽ അതിനെ ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ബിൽഡ് ചെയ്യും. ദെൻ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് കോഡിങ്ങിനെ ടെസ്റ്റ് ചെയ്യും, ഡീബഗ് ചെയ്യും. അതിനുശേഷം അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അവർ തിരിച്ച് ഡെവലപ്മെന്റ് ടീമിലോട്ട് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനോട്ട് അറിയിക്കും. ദെൻ പുതിയ ടെക്നോളജീസോ ഫ്രെയിംവർക്കോ ഒക്കെ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു 10 വർഷം മുമ്പ് ജാവയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം പൈത്തണും ജാവാസ്ക്രിപ്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാറ്റത്തിനനുസരിച്ച് ഡെവലപ്പേഴ്സും അവരുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായിരുന്നു ട്രഡീഷണലി വന്നുകൊണ്ടിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വർഷങ്ങളുടെ ലേണിങ്ങും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം എല്ലാവർക്കും ശോഭിക്കാൻ പറ്റാത്ത വളരെ ബുദ്ധിമുട്ടേറിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പാടുള്ള ഒരു മേഖലയായിട്ടാണ് കോഡിംഗ് ഇത്രയും നാൾ കണ്ടിരുന്നത്. എന്നാൽ എയുടെ കടന്നു വരവ് കാരണം ഇത്തരത്തിലുള്ള മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കോഡിംഗ് ജോബ്സ് ഹെൽപ്പ് ചെയ്യുന്നതും ഓട്ടോമേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് വന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ChatGPT ഉണ്ട്, മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റ് ഉണ്ട്, ആമസോൺ വിസ്പർ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് വന്നു. കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ലോ കോഡ് അല്ലെങ്കിൽ നോ കോഡ് പ്ലാറ്റ്ഫോംസ് ആയ ബബിൾ, ഔട്ട് സിസ്റ്റംസ്, മൈക്രോസോഫ്റ്റ് പവർ ആപ്സ് തുടങ്ങിയ ടൂൾസ് വന്നു. ഡ്രിവൺ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ടൂൾസ് ആയ ടെസ്റ്റിമും മാബിലും ഒക്കെ വന്നു. ഇതിനൊക്കെ ഉപരി ഓട്ടോണോമസ് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് ഡീബഗ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഓട്ടോണോമസ് ഡീബഗിങ് ടൂൾസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ടൂൾസുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോഡ് ഡെവലപ്പ് ചെയ്യാനും അതിലെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷൻ തരാനും നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ടൂൾസ് കാരണം കോഡിംഗ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയാണ്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകളോ അടുത്ത് ഡെവലപ്പ് ചെയ്തിരുന്ന കോഡ് ഇന്നോ മിനിറ്റുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടൂൾസ് ഉപയോഗിച്ച് കോഡ് പ്ലേറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന സിനാരിയോ അനുസരിച്ചിട്ട് കോഡ് സ്നിപ്പെറ്റ്സ് ഡെവലപ്പ് ചെയ്യും. ദെൻ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. കൂടാതെ കോഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബഗ്സ് ഉണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ കറന്റ് സിനാരിയോ സാധിക്കും. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് പ്രോഗ്രാമേഴ്സിന് ടയർസമും റിപ്പീറ്റീവുമായുള്ള ആക്ടിവിറ്റീസിന് പകരം ഡിസൈനിലും ആർക്കിടെക്ചറിലും ലോജിക്കിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് സ്കിൽസ് റിക്വയർമെന്റിനുള്ള മാറ്റങ്ങളാണ്. കറന്റ് സിനാരിയോയിൽ ഒരു ഡെവലപ്പറിന് സ്വന്തമായിട്ട് കോഡ് എഴുതേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരു എൻ്റയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. മറിച്ച് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടായാൽ മതി. അതായത് ടൂൾസ് കാരണം കോഡിങ് എൻ്റയർ ഇൻഡസ്ട്രിയൽ ഷിഫ്റ്റ് വരുന്നില്ല. മറിച്ച് നമ്മളിപ്പം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാക്കി എടുക്കുന്നത് പോലെ നമ്മളൊരു കോഡ് കണ്ടാൽ അത് കോഡ് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സ്കില്ല് വേണം. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഓതറൊക്കെ ഒരു ബുക്ക് ഇംഗ്ലീഷിൽ ഒരു ഓതർ ഒരു ബുക്ക് എഴുതുന്നെങ്കിൽ അതിലെ സ്കില്ല് ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. അതിൽ നമുക്ക് കോഡേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഇപ്പം അത്തരത്തിലുള്ള സ്കില്ലൊന്നും ഒരു കോഡറിന് വേണമെന്നില്ല. മറിച്ച് ഒരു ഓതർ എഴുതിയ കാര്യം വായിച്ചെടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ഒരു കോഡിംഗ് ടൂള് ChatGPT ആവാം, കോപൈലറ്റ് അതൊക്കെ അതിലൊക്കെ എഴുതിയ കോഡ്സ് വായിച്ചെടുക്കാൻ
ഉള്ള ക്യാപ്പബിലിറ്റി മാത്രം വായിച്ചെടുത്ത് മനസ്സിലാക്കാനുള്ള ക്യാപ്പബിലിറ്റി മാത്രം ഉണ്ടായിരുന്നാൽ മതിയാകും. കറന്റ്ലി കോഡിങ്ങിനെ കാട്ടുപരി പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും ആർക്കിടെക്ചറിലുള്ള സ്കിൽസും ലോജിക്കൽ തിങ്കിങ് ഒക്കെ ആയിരിക്കും കമ്പനി കൂടുതൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ AI മെഷീൻ ലേണിംഗിലുള്ള ഒരു ബേസിക് അവയർനെസ്സും കമ്പനീസ് കറന്റ് സിനാരിയോയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡേറ്റ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചും സെക്യൂരിറ്റി അവയർനെസ്സുകളെ കുറിച്ചും API ഹാൻഡ്ലിങ്ങിനെ കുറിച്ചൊക്കെ മാൻഡേറ്ററി ആയിട്ട് കറന്റ് സിനാരിയോയിൽ ഒരു ഡെവലപ്പർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ ഉപരി ടെക്നിക്കൽ സ്കിൽസിനെക്കാട്ടി കൂടുതൽ ഇപ്പൊ കറന്റ് സിനാരിയോയിൽ എനിക്ക് തോന്നുന്നു സോഫ്റ്റ് സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മാനേജ്മെന്റ് സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നിവയിലേക്ക് ആയിരിക്കും നിങ്ങൾക്ക് ലോങ് ടൈം കരിയർ ഗ്രോത്ത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് പറ്റുന്നു. സോ സോഫ്റ്റ് സ്കിൽസിൽ കൂടുതൽ ഊന്നൽ നൽകാറാകും ടെക്നിക്കൽ സ്കിൽസ്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് AI ടൂൾസ് കാരണം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിന്റെ ഡെമോക്രറ്റൈസേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാൾക്കും കോഡിംഗ് അറിയാത്ത ഒരാൾക്കും നോ കോഡ് അല്ലെങ്കിൽ ലോ കോഡ് പ്ലാറ്റ്ഫോംസ് വെച്ച് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിസിനസ് അനലിസ്റ്റ്, ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഈവൻ ബിസിനസ്സുകാർക്ക് പോലും വളരെ കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആപ്സ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നൊരു കാലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് പ്രൊഡക്റ്റീവായിട്ടുള്ളതും എഫക്റ്റീവായിട്ടുള്ളതും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇനി വരുന്ന സാഹചര്യങ്ങൾ തുറന്ന് നൽകാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ അടുത്തായിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പം പലർക്കുള്ള ചോദ്യമാണ് ഫ്യൂച്ചറിൽ കോഡേഴ്സിനെ AI ടൂൾസ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു സെഷനിലായിട്ട് നമ്മൾ ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ് അല്ലെങ്കിൽ കോഡേഴ്സിനെ AI റീപ്ലേസ് ചെയ്യുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്ക് നൽകുന്ന ഞാൻ അത്രത്തോളം എക്സ്പേർട്ടൊന്നും അല്ല. കാരണം അതിനുള്ള ഉത്തരം പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. എന്നിരുന്നാലും ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കുറച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. ആദ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ടൂൾസ് ഒരു കോഡിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് കോഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മോഡ്യൂള് ഡെവലപ്പ് ചെയ്യാനോ അതിനെ സ്ട്രക്ചർ ചെയ്യാൻ അതിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനൊക്കെ ഡെഫിനറ്റ്ലി AI ടൂൾസ് സഹായിക്കും. അത് കാരണം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ ഹയർ ചെയ്യുന്ന നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. നേരത്തേക്ക് 10 പേരെ ഹയർ ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 2-3 പേരെ ഹയർ ചെയ്താൽ മതി. ഏകദേശം 70% ആൾക്കാരുടെ ഒരു സ്കോപ്പ് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി ഇൻ ദ നെക്സ്റ്റ് 5 to 7 years ഞാൻ കാണുന്നുണ്ട്. ദെൻ രണ്ടാമതായിട്ട് ലെഗസി ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഓൾഡ് ടൂൾസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ ഒന്നിൽ നിന്ന് വേറൊന്നിലോട്ട് റീപ്ലേസ് ചെയ്യും അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. സോ അങ്ങനത്തുള്ള അവരുടെ ജോബ് അവരുടെ സ്കില്ലായില്ലെങ്കിൽ മാറപ്പെടാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ദെൻ നിങ്ങൾ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ജോലി, കോഡിങ് ഇതിന് എന്തെങ്കിലും റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഡെഫിനറ്റ്ലി ജോബ് നഷ്ടപ്പെടാം. അത്തരത്തിലുള്ള ജോലി ഡെഫിനറ്റ്ലി റീപ്ലേസ് ചെയ്യും. നെക്സ്റ്റ് 5 to 10 years കൊണ്ട് ഇപ്പോഴൊന്നും ഉടനെ സാഹചര്യം നെക്സ്റ്റ് 5 to 10 years കൊണ്ട് അത് ഡെഫിനറ്റ്ലി റീപ്ലേസ് ചെയ്യും. ദെൻ വലിയ ക്രിയേറ്റീവ് ഇൻപുട്ടൊന്നും വേണ്ട തരത്തിലുള്ള ജോലികളും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജോലികളും കോഡിങ് കാരണം ചേഞ്ച് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ എൻ്റെ ലൈഫ് സൈക്കിള് അടുത്ത 5 to 10 years ഇത്തരത്തിലുള്ള AI ടൂൾസ് കാരണം കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ AI ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഫേസ്ബുക്കും ആമസോണും നെറ്റ്ഫ്ലിക്സും മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒക്കെ അവരുടെ ഹയറിംഗ് പ്രോസസ്സ് കോഡിംഗ് മേഖല ഹയറിംഗ് നിർത്തേണ്ടതാണ്. ബട്ട് അവരിപ്പോഴും ഹയർ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ലൈഫ് സൈക്കിളിലെ പ്രോസസ്സും AI ടൂൾസ് കാരണം അടുത്ത 10 വർഷത്തേക്ക് എന്തൊക്കെയാലും ചേഞ്ച് ആവത്തില്ല. ഇതിന് പ്രധാന കാരണം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ ചിന്തിച്ച് ഡിസിഷൻ എടുക്കാനും മനുഷ്യനൊരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രാക്ടിക്കലുള്ള ഡൊമൈൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും എമ്പതി പോലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുവരാനൊന്നും AI ടൂൾസിന് സാധിക്കില്ല എന്നുള്ളതാണ്. വലിയ പ്രൊജക്ട്സിലേക്ക് എപ്പോഴും ഹ്യൂമന്റെ സൂപ്പർവിഷനും എമ്പതിയും ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഒക്കെ ആവശ്യമാണ്. AI ടൂൾസിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റയിൽ നിന്ന് അത് ചിന്തിച്ചിട്ട് ഔട്ട്പുട്ട് തരാൻ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് അതിന് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ മൂന്നാമതായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ AI എന്ന് പറയുന്നതും ടൂൾസ് ആണ്. അതിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേഷനും ഡെവലപ്മെന്റും ഒപ്റ്റിമൈസേഷന്റെ ഒക്കെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനും ഹ്യൂമൻസിന്റെ ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സോ AI കാരണം കുറച്ച് ജോലികൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചധികം ജോലികൾ വരാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. നേരത്തെ കമ്പ്യൂട്ടർ വന്നപ്പം ഒരുപാട് ടൈപ്പ് റൈറ്റിംഗ് പോലുള്ള ജോബ് റോളുകളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിന്നിപ്പോൾ കാണുന്ന മെജോറിറ്റി ജോബ് റോളിലും കമ്പ്യൂട്ടറിന്റെ ആവശ്യകത ഉണ്ട്. അല്ലെ, കമ്പ്യൂട്ടർ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത ജോലികളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഭാവിയിലും വരാൻ വേണ്ടി പോകുന്നത്. AI അറിയാവുന്നവർക്ക് ഒട്ടനവധി സാധ്യതയായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത്. മെഷീൻ ലേണിംഗ് ഓപ്പറേഷൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ML ഓപ്സ് എക്സ്പേർട്സിന്റെ ആവശ്യം എന്തായാലും കൂടി വരും. ദെൻ
പ്രോംപ്റ്റ് എഞ്ചിനീയർ എക്സ്പെഷ്യലി ഏജന്റിക് എയുടെ കടന്നൊരു കൂടി പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന് വളരെയധികം സാധ്യതയാണ് കണ്ടിരുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു 40 to 50 days കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സായിരിക്കും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇവൻ ഡേറ്റാ സയൻസ്, ഡേറ്റ എഞ്ചിനീയേഴ്സിന് വളരെ സ്കോപ്പായും ഏജന്റിക് എ ഡെവലപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ല സ്കോപ്പ് ഉണ്ടാകും. ടൂൾസ് ഡിസൈൻ ചെയ്യുന്നതിലും കസ്റ്റമൈസ് ചെയ്യുന്ന സ്കിൽസ് ഉള്ളവർക്ക് നല്ല സ്കോപ്പ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ടൂൾസ് വർദ്ധിക്കുന്നതോട് തന്നെ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സും കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലേ. അപ്പം സൈബർ സെക്യൂരിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്തരം ത്രെറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നവർക്കൊക്കെ ജോലി സാധ്യത കൂടാനുള്ള അത്തരത്തിലുള്ള മേഖലകളിൽ സ്കോപ്പ് കൂടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇനി നിങ്ങൾ ഈ പറയുന്ന മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യം പറഞ്ഞാൽ ടൂൾസിനെ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വന്നപ്പോൾ എതിർത്തുപോലെ ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നേരത്തെ കമ്പ്യൂട്ടർ വന്നപ്പം എസ്പെഷ്യലി കേരളത്തിലുള്ള ജനങ്ങളാണ് കമ്പ്യൂട്ടർ എതിർത്തതുപോലെ എതിർക്കാൻ നിൽക്കരുത്. അതെന്തായാലും നിങ്ങൾ എതിർത്താലും എതിർത്തില്ല ഗ്രോ ചെയ്യും. സോ അത് അക്സെപ്റ്റ് ചെയ്യും, അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങാനും ആദ്യമേ ശ്രമിക്കുക. ദെൻ ഹയർ ഓർഡർ സ്കിൽസ് ലൈക്ക് സിസ്റ്റം ഡിസൈൻ, ആർക്കിടെക്ചർ, പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോലുള്ള ഹയർ ഓർഡർ സ്കിൽസിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി ടെക്നോളജി മേഖലയിൽ ഒരു ചൊല്ലുണ്ട്, ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഡസൻ ചേഞ്ച് എന്നുള്ളത്. അതായത് മാറ്റമില്ലാത്ത ഒന്നേ ഉള്ള മാറ്റത്തിന്. സോ ബാക്കി എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട് എന്നുള്ളതാണ്. ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ, ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ, സ്കോപ്പ് ആണെങ്കിൽ. സോ ഈ ഒരു മാറ്റത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നേറണമെന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി പുതിയ കാര്യങ്ങൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ, പുതിയ ട്രെൻഡിനനുസരിച്ച് മുന്നേറിയാലേ പറ്റത്തുള്ളൂ, എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. സോ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഡെയിലി മിനിമം 1 hour പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ദെൻ ഒന്നിൽ കൂടുതൽ സ്കിൽസ് പറ്റുമെന്നുണ്ടെങ്കിൽ ടെക്നോളജി, ഇപ്പം ടെക്നിക്കൽ സ്കില്ലുണ്ടെങ്കിൽ, ടൂൾസിലുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ ബിസിനസ് നോളജും കൂടെ അക്വയർ ചെയ്യാൻ വേണ്ടി നോക്കുക. UX ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പ്രൊജക്ട് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻസ് ഇടങ്ങുന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കരിയറിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ കാരണം ഇന്നിപ്പോൾ കോഡിംഗ് മേഖലയിൽ, ടെക്നോളജി മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റർ ടൈം ടു പ്രോട്ടോടൈപ്പിംഗ്. നമുക്ക് മനസ്സിലേക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയെ സമീപിച്ച് അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് കോഡിംഗ് പഠിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സാഹചര്യം. പക്ഷേ ഇന്നിപ്പോൾ കാര്യത്തിൽ ലോ കോഡോ നോ കോഡോ ഒക്കെ ഉള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ മിനിമം വയബിൾ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റും. അത് കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്ക് എത്തിക്കാനും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നതാണ്. ദെൻ രണ്ടാമതെന്ന് പറഞ്ഞാൽ കോഡിംഗ് പഠിക്കാൻ വളരെ എളുപ്പമായി. നമുക്കിപ്പം ബ്രെയിൻ സ്റ്റോം ചെയ്ത് ChatGPT പോലെ ടൂൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഒരു ബിഗിനർ എന്ന നിലയിൽ ഡേ ബൈ ഡേ ലെസൺസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ കോഡിംഗ് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സോ അതിന് റിയൽ ടൈം ഫീഡ്ബാക്കും ഒക്കെ ChatGPT പോലുള്ള ടൂൾസിനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. രണ്ടാമതായിട്ടൊന്നൊരു ഓപ്പർച്യൂണിറ്റി ഇതാണ്. കോഡ് ക്വാളിറ്റി കഴിഞ്ഞ കുറേ നാൾ കോഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ആരൊക്കെ ഇപ്പോൾ എന്ത് കോഡ് എഴുതിയാലും നമ്മളത് ChatGPT ചോദിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോഡ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ദെൻ ഒരുപാട് നിങ്ങൾ ടൂൾസ് വെച്ച് കോഡിങ് അല്ലെങ്കിൽ കോഡ്സ് ജനറേറ്റ് ചെയ്തതിന് എത്തിക്കൽ കൺസേണും ലീഗൽ കൺസേൺസും കുറേയുള്ള പ്രോബിലിറ്റി ഉണ്ട്. കാരണം ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കോഡിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്. അത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന കോഡ്സിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുക, അതിന് നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വളരെയധികം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും. അത്തരം സാഹചര്യം നമുക്ക് പലപ്പോഴും എസ്പെഷ്യലി MNCസിലൊന്നും നമുക്ക് ടൂൾസ് ഉപയോഗിക്കുന്ന കോഡ്സ് ഉപയോഗിക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ദെൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വെറും ഒരു ടൂള് മാത്രമേ, അതിൽ ഡെഫിനറ്റ്ലി എറേഴ്സ് ഉണ്ടാകാം. ചിലപ്പോൾ മില്യൺസിൽ 1-2 തവണയൊക്കെ എറേഴ്സ് ഉണ്ടാകുന്നു. പക്ഷേ അത് നിങ്ങളുടെ കരിയറിനെ തന്നെ വളരെയധികം ബാധിക്കാനുള്ള പോസിബിലിറ്റി. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചൈനീസ് ബേസ്ഡ് കമ്പനിയിലൊരു ഡെവലപ്പർ ഇതുപോലെ ടൂൾസ് ഉപയോഗിച്ചിട്ട് കോഡ് ഡെവലപ്പ് ചെയ്യും. അതിന് വേറെ ഏതോ ഒരു കമ്പനി അതിന് പേറ്റൻ്റ് എടുത്തിട്ടുള്ള കോഡ്സ് ആയിരുന്നു. അതാണ് സത്യത്തിൽ ഈ പറഞ്ഞ ടൂൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. അത് ഈ പറഞ്ഞ ഡെവലപ്പറിനും ആ ഡെവലപ്പർ വർക്ക് ചെയ്ത കമ്പനിക്കെതിരെ ഈ പേറ്റൻ്റ് എടുത്തുള്ള കമ്പനി ഹെക്ടിക് എമൗണ്ടിന് ലീഗൽ കേസ് ഫയൽ ചെയ്യുകയും ആ കമ്പനി തോക്കുകയൊക്കെ ചെയ്തു. സോ അത്തരത്തിലുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് വരെയുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ കോഡ് ഉപയോഗിക്കുമ്പം ഒരിക്കലും പ്രൊഫഷണൽ സിനാരിയോസിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോർ കോൺസെപ്റ്റ്സ്, അതായത് പ്രോഗ്രാമിങ്സ്, ഡാറ്റ സ്ട്രക്ചർ, സിസ്റ്റം ഡിസൈനിലൊക്കെ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആവുക. ദെൻ കറണ്ട് സിനാരിയോയിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പൈതണോ ജാവാസ്ക്രിപ്റ്റോ ഒക്കെ പഠിക്കുക. അതിനൊക്കെ കറൻ്റ്ലി നല്ല ഡിമാൻഡുണ്ട്. അത് പഠിക്കുക. ടൂൾസ് ഇതിനെക്കാട്ടി കൂടുതൽ കോർ കൺസെപ്റ്റ്സ്, ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് എന്നിവയിലേക്ക് നിങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ
ഈ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, AI ഇവിടെ നിങ്ങളുടെ ജോലി തട്ടിയെടുക്കാനും നിങ്ങൾ റീപ്ലേസ് ചെയ്യാനും അല്ല നിലനിൽക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടിത്തരാനും നിങ്ങൾക്ക് സമയം ലാഭിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ കാണുന്ന എല്ലാ AI ടൂൾസ് കറന്റ് ഡെവലപ്പ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയാണ് സത്യത്തിൽ AI മാറ്റുന്നത്. കാൽക്കുലേറ്റേഴ്സ് ഒരിക്കലും മാത്തമെറ്റീഷ്യൻസിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല അല്ലേ? അതുപോലെ AI ഒരിക്കലും കോഡേഴ്സിനെ റീപ്ലേസ് ചെയ്യപ്പെടില്ല എന്നാണ് എക്സ്പേർട്സുകൾ ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുകയും അപ്സ്കില്ലാത്തവരെ റീപ്ലേസ് ചെയ്യപ്പെടുകയും അപ്സ്കിൽ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്ന സെൽഫ് ലേണിംഗ് ക്യാപ്പബിലിറ്റീസ് ഉള്ളവരെ കരിയറിൽ വളരെയധികം ഗ്രോത്ത് നൽകപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറുമെന്നാണ് AI കാരണം മാറപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോയ്ക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.